അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എംഎസ് വോയിസിന്റെ മദ്രസ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്രിയമുള്ള 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞായറാഴ്ച നടന്ന പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? സുഖമായിരുന്നോ? താരീഖ് എളുപ്പമായിരുന്നോ? എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും? പൊതുപരീക്ഷ ക്ലാസ്സാണ്. താരീഖ് ഒരുപാട് ചോദ്യങ്ങളും ഡേറ്റുകൾ, ഹിജറ വർഷങ്ങൾ, അതുപോലെ തന്നെ ആളുകളുടെ പേരുകൾ, ഇങ്ങനെ കുറെ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലവട്ടം ആവർത്തിച്ച് വായിക്കലൊക്കെ ആവശ്യമാണ്. പലപ്പോഴും കൺഫ്യൂഷനായി പോകാറുള്ളതാണ്. ആയതുകൊണ്ട് ഇന്നത്തെ പരീക്ഷയുടെ ആൻസറുകളൊക്കെ ഒന്ന് വായിക്കാം. പിന്നെ അത് കേട്ട് നിങ്ങൾ വിലയിരുത്തണം. എത്ര മാർക്ക് ഉണ്ടാകും? ഇങ്ങനെ ആയാൽ മതിയോ? അടുത്ത പരീക്ഷയ്ക്കെങ്കിലും ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങാനുള്ള ഒരു അധ്വാനം, ഒരു പഠനം, അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ 7ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷ, അരക്കൊല്ല പരീക്ഷ, അതുപോലെ കൊല്ലപ്പരീക്ഷ, ഇതിൻ്റെ ഒക്കെ മോഡൽ ക്വസ്റ്റ്യനുകൾ, പാഠഭാഗങ്ങൾ, ചർച്ചകളൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോകൾ നമ്മൾ എംഎസ് വോയിസിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതല്ലെങ്കിൽ ചാനലിൽ പോയി കഴിഞ്ഞാൽ പ്ലേ ലിസ്റ്റിലൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ മദ്രസ ടൈം എന്ന് പറയുന്ന ആപ്പ് എല്ലാവരും കയ്യിലുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതിൽ തന്നെയുണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ. ഏതായിരുന്നാലും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം. പഠിച്ചത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് 7ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിൻ്റെയും പരീക്ഷ കഴിഞ്ഞ അന്ന് തന്നെ നമ്മളതിൻ്റെ ആൻസറൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണമെങ്കിൽ കാണാം. ഇനി അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോയുടെ മെസ്സേജ് നിങ്ങൾക്ക് മൊബൈലിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജ് നിങ്ങളുടെ മൊബൈലിലേക്ക്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് വരും. ഓക്കെ. അപ്പം ഇന്നത്തെ താരീഖ് നോക്കാം. യോജിച്ചവ ചേർക്കാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വഫാത്തായി. ഹിജറ എന്നിലാണ് അത് വഫാത്തായത്? ഹിജറ 32 വഫാത്തായത് അല്ലേ? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഫാത്തായി റളിയല്ലാഹു അൻഹു ഹിജറ 11. കണ്ട, കുറച്ച് വർഷങ്ങളാണ്. അതുകൊണ്ട് അത് ശരിക്കും പഠിക്കണം. തൽഹ റളിയല്ലാഹുവിന്റെ കുടുംബം ഏതാണ് കുടുംബം? ബനൂ തൈം കുടുംബമാണ് അല്ലേ? അതുപോലെ ഇതില് കുടുംബം എന്ന് പറഞ്ഞ 2 കുടുംബമുണ്ട്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആവും. ബനു അസദ് കുടുംബമുണ്ട്, ബനു തൈമ കുടുംബമുണ്ട്. ബനു തൈമ കുടുംബമാണ്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹുവിന്റെ കുടുംബം ബനു അസദ് കുടുംബമാണ്. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഉമർ റളിയല്ലാഹുവിന്റെ സഹോദരിയുടെ ഭർത്താവ്. ഉമർ റളിയല്ലാഹുവിന്റെ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി പിന്നെ ഉമർ റളിയല്ലാഹുവിന് പുറപ്പെട്ടപ്പോൾ അല്ലേ വഴിയിൽ വെച്ച് പറഞ്ഞത്, മുഹമ്മദിനെ വധിക്കാൻ നിങ്ങൾ പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ ഭാര്യയും അളിയനും ഇസ്ലാമിലേക്ക് പോയിട്ടുണ്ട്, അവരാദ്യം പോയി നേരാക്കുക എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിനെ ചെല്ലുണ്ടൊക്കെ. ആ സഹോദരിയുടെ ഭർത്താവ് എന്താണ്? സഅദ് ബിനു അബി വഖാസ്. ആരാണ്? 2 പേരുണ്ട് ഇവിടെ. സഅദ് ബിൻ അബി വഖാസും ഉണ്ട്, സഅദ് ബിനു സയ്യിദും ഉണ്ട്. സഈദ് ബിൻ സയ്യിദ്, സഈദ് ബിൻ സയ്യിദാണ് ശരി ഉത്തരം. സഈദ് ബിനു സയ്യിദാണ് കേട്ടോ. ഉമർ റളിയല്ലാഹു സഹോദരിയുടെ ഭർത്താവ് സഈദ് ബിൻ സയ്യിദ്. മുഹാജിറുകളിൽ വെച്ച് ഏറ്റവും അവസാനം വഫാത്തായത് ആരാണ്? സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? പിന്നെ ഇപ്പുറത്ത് നാമം തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ? അബൂബക്കർ സിദ്ദീഖ്, അലി റളിയല്ലാഹു അൻഹു, അങ്ങനെ ഓരോ ഖലീഫമാരുടെ നാമം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളുടെ നാമം തന്നിട്ടുണ്ട്. അവരെന്നാണ് മരിച്ചത്, എത്ര വയസ്സായിരുന്നു, ഖബർ എവിടെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അത് വല്ലാത്തൊരു ചോദ്യം തന്നെയാണ് അല്ലേ? 11 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജറ 13 മരിച്ചത്. 63 വയസ്സായിരുന്നു അല്ലേ? ഹുജറത്തു ഷരീഫ, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ തൊട്ടിപ്പുറത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബറുള്ളത്. അതുകൊണ്ട് ഹുജറത്തു ഷരീഫ എന്നാണ് എഴുതേണ്ടത്. അലി റളിയല്ലാഹു അൻഹു ഹിജറ 40 മരണം. 63 വയസ്സായിരുന്നു. കൂഫയിലാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 32 മരണം. ഹിജറ 32 മരിച്ചിട്ടുള്ളത്. 72 വയസ്സ് അല്ലേ? അതുപോലെ ജന്നത്തുൽ ബഖീലാണ്, മദീനയിലെ ജന്നത്തുൽ ബഖീലാണ് ഖബറടക്കപ്പെട്ടിട്ടുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജറ 35 മരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 83 വയസ്സുണ്ടായിരുന്നു മഹാനവറുകൾക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. ജന്നത്തുൽ ബഖീലാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ
മറവ് ചെയ്തിട്ടുള്ളത് ജന്നത്തുൽ ബഖീലാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി അടുത്തത് മൂന്നാമത്തെ സെക്ഷൻ പൂർത്തിയാക്കാം. ഹിജ്റ 61 നടന്ന യുദ്ധമാണ് ഏത് യുദ്ധം? കർബല യുദ്ധം അല്ലെ, കർബല യുദ്ധം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ ശാരീരിക സാമ്യമുള്ള ആളായിരുന്നു ആര്? ഹസൻ റളിയല്ലാഹു അൻഹു ആണോ ഹുസൈൻ റളിയല്ലാഹു അൻഹു? ചിലരൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു ആണ് ശരി ഉത്തരം. 3, ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തിയായിരുന്നു ആര്? ആരായിരുന്നു? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉത്തരം ഏതാണ്? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനന വർഷം ഹിജ്റ എത്രയിലാണ് ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്? ഹിജ്റ 3ാം വർഷമാണ് അല്ലെ. പിന്നെ 5, സുബൈർ ഇബ്നുൽ അവ്വാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായി സഫിയ ബീവിയുടെ ആരാണ്? മകനാണ് അല്ലെ. സുബൈർ ഇബ്നു അവ്വാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയായ സഫിയ ബീവിയുടെ മകനാണ്. ഇനി അടുത്ത പേജ് നോക്കുക. 4ാമത്തെ സെഷൻ ഉത്തരം എഴുതാം. ഹവാരി എന്നാൽ എന്ത്? വിശ്വസ്ത സഹചാരി എന്നാണ് ഹവാരി എന്ന് പറഞ്ഞാൽ അല്ലെ അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. പിന്നെ രണ്ടാമത്തത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ. അദ്ദേഹത്തെ വധിച്ചത് ആരായിരുന്നു? അപ്പൊ എന്താണ്? അംറു ഇബ്നു ജർമൂസ് എന്ന് പറയുന്ന ആളാണ് അല്ലെ വധിച്ചത് അംറു ഇബ്നു ജർമൂസ്. 3ാമത്തത് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ തൽഹ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചത് ആരാണ്? നൗഫൽ ഇബ്നു ഖുവൈലിദ്. ആരാണ്? നൗഫൽ ഇബ്നു ഖുവൈലിദ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മരണ കാരണം എന്തായിരുന്നു? പ്ലേഗ് രോഗമായിരുന്നു അല്ലെ, പ്ലേഗ് രോഗം. 5, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന് നൽകിയ സംഭാവന എത്ര? 200 ഊഖിയ സ്വർണമാണ് നൽകിയത്. 6, ആമുൽ ജമാഅ എന്ന് അറിയപ്പെടുന്ന വർഷമേതാണ്? ഹിജ്റ 40-ലായിരുന്നു അത്. ഹിജ്റ 40-ലാണ് ആമുൽ ജമാ എന്നറിയപ്പെടുന്ന വർഷം അല്ലെ. പിന്നെ വ്യക്തമാക്കാം. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ വയസ്സ് എത്രയായിരുന്നു? എത്ര വയസ്സായിരുന്നു? 15 വയസ്സ് അല്ലെ. പിന്നെ ഔജബ ത്വൽഹ എന്ന് പറഞ്ഞത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. 6 പൂരിപ്പിക്കാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ എത്തിയ ആദ്യത്തെ 8 പേരിൽ ഒരാളായിരുന്നു. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മളെ 7ാം ക്ലാസ്സിലെ താരീഖിന്റെ മോഡൽ ക്വസ്റ്റ്യന് നമ്മൾ വായിച്ചു. അതിന്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നന്നായി പഠിക്കണം. പൊതുപരീക്ഷ ക്ലാസ് ആണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് ഇതൊക്കെ അറിയാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനൊന്നും കഴിയില്ല. പ്രത്യേകിച്ച് പൊതുപരീക്ഷ ക്ലാസ് ആയതുകൊണ്ട്, താരീഖ് ആയതുകൊണ്ടും നന്നായി വർഷങ്ങളും ആളുകളുടെ പേരൊക്കെ എഴുതി വെച്ച് നന്നായി നോക്കി വായിച്ച് പഠിക്കണം. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യനുകളൊക്കെ ധാരാളം കിട്ടുന്ന മോഡൽ ക്വസ്റ്റ്യനുകളൊക്കെ നോക്കണം. കാരണം എങ്ങനെയാണ് പരീക്ഷ വരിക എന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അങ്ങനെ മോഡൽ ക്വസ്റ്റ്യനൊക്കെ നോക്കി ഇൻഷാ അല്ലാഹ് നല്ല രീതിയിലൊക്കെ പഠിച്ച് അരക്കൊല്ലം അതുപോലെ തന്നെ കൊല്ല പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം. നാളത്തെ പരീക്ഷ ഉഷാറാക്കാൻ നോക്കണം. അടുത്ത പരീക്ഷ കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് ദുആയിൽ ഉൾപ്പെടുത്തുക. ഉസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.